ശ്രീകൃഷ്ണ കോളേജ് ഫോർ ഹെൽത്ത് കെയർ ആൻഡ് മീഡിയ സ്റ്റഡീസ് VWalk മെഡിക്കൽ ആപ്പ് നഴ്സിംഗ് ഡിപ്ലോമ പാരാമെഡിക്കൽ കോഴ്സുകളിലേക്ക് അഡ്മിഷൻ ആരംഭിച്ചിരിക്കുന്നു. മികച്ച ആശുപത്രികളിലും ഫാർമസികളിലും പരിശീലനം. ദാരിദ്ര്യരേഖയ്ക്ക് താഴെയുള്ളവർക്ക് പ്രത്യേകാനുകൂല്യങ്ങൾ. കൂടാതെ ഓൺലൈൻ ക്ലാസുകളും ഇവിടെ ലഭ്യമാണ്. 9800 വനിതകൾക്ക് ജോലി നേടിക്കൊടുത്ത വടക്കാഞ്ചേരിയിലെ 28 വർഷത്തെ പാരമ്പര്യമുള്ള അംഗീകൃത സ്ഥാപനം. +2 തോറ്റവർക്കും ജയിച്ചവർക്കും പ്രവേശനം. ശ്രീകൃഷ്ണ കോളേജ് ഫോർ ഹെൽത്ത് കെയർ ആൻഡ് മീഡിയ സ്റ്റഡീസ്, ഓട്ടുപാറ ബൈപ്പാസ് ജംഗ്ഷൻ, അറേബ്യൻ മെഡിക്കൽസിന് സമീപം, അറേബ്യൻ ടയേഴ്സിന് മുകളിൽ. ചേലക്കര വെങ്ങാനല്ലൂർ മേഖലയിൽ ജനങ്ങളുടെ ജീവന് ഭീഷണി ഉയർത്തി നിയമലംഘനം നടത്തുന്ന ക്വാറി ലോറികൾക്കെതിരെ ജനകീയ പ്രതിരോധം ശക്തമാകുന്നു. കോറി മാഫിയയുടെ നിയമലംഘനങ്ങൾക്കെതിരെയും ജനജീവിതം ദുസ്സഹമാക്കുന്ന ടോറസ് ലോറികളുടെ മരണപ്പാച്ചിലിനെതിരെയും വെങ്ങാനല്ലൂർ സെന്ററിൽ പ്രകൃതി സംരക്ഷണ സമിതിയുടെ നേതൃത്വത്തിൽ ശക്തമായ പ്രതിരോധം തീർത്തു. നിയമങ്ങൾ കാറ്റിൽ പറത്തി അമിതഭാരം കയറ്റി ജനങ്ങളുടെ ജീവൻ പണയപ്പെടുത്തി പായുന്ന വാഹനങ്ങൾ തടഞ്ഞു നിർത്തിയാണ് സമിതി പ്രവർത്തകർ ഡ്രൈവർമാർക്ക് ശക്തമായ മുന്നറിയിപ്പും ബോധവൽക്കരണവും നൽകിയത്. സർക്കാർ നിഷ്കർഷിക്കുന്ന അളവിൽ മാത്രം ഭാരം കയറ്റുക, കൃത്യമായ പാസ് ഉറപ്പാക്കുക, മിതമായ വേഗത പാലിക്കുക തുടങ്ങിയ നിയമങ്ങൾ പൂർണ്ണമായും പാലിക്കണമെന്ന് പ്രവർത്തകർ ആവശ്യപ്പെട്ടു. ഈ മേഖലയിലെ ക്വാറി പ്രവർത്തനങ്ങൾ പൂർണ്ണമായും നിയമവിരുദ്ധമായാണ് നടക്കുന്നതെന്നതിന് തെളിവാണ് ഇതെന്നും സമിതി ഭാരവാഹികൾ ആരോപിച്ചു. ചേലക്കര, വെങ്ങാനല്ലൂർ, പരക്കാട് മേഖലകളിലെ ക്വാറികളിൽ നിന്നും അനുവദനീയമായ അളവിൽ മാത്രമാണ് ഖനനം നടത്തുന്നതെങ്കിൽ ഒരു ദിവസം പരമാവധി 50-ൽ താഴെ 10 ചക്ര ടോറസ് ലോറികൾക്ക് മാത്രമേ സർവീസ് നടത്താനാകൂ. എന്നാൽ ഇതിനെയെല്ലാം അട്ടിമറിച്ച് പ്രതിദിനം 100 കണക്കിന് ടോറസ് ലോറികളാണ് കരിങ്കൽ കയറ്റി നിയമവിരുദ്ധമായി പായുന്നത്. പ്രകൃതിയെയും മനുഷ്യനെയും ഒരുപോലെ വെല്ലുവിളിക്കുന്ന ഈ കൊള്ള അവസാനിപ്പിക്കാൻ വരും ദിവസങ്ങളിൽ സമരം കൂടുതൽ ശക്തമാക്കാനാണ് സമിതിയുടെ തീരുമാനം. പ്രകൃതി സംരക്ഷണ സമിതി പ്രസിഡന്റ് ഗോപി ചക്കുന്നത്ത്, വാർഡ് മെമ്പർമാരായ വിനോദ് പന്തലാടി, ഗീത ഉണ്ണികൃഷ്ണൻ, കോർഡിനേറ്റർ ശ്രീകാന്ത് മുണ്ടക്കൽ തുടങ്ങിയവർ ഈ ജനകീയ പ്രതിഷേധത്തിന് നേരിട്ട് നേതൃത്വം നൽകി. ന്യൂസ് ഡെസ്ക് CCV.